നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ബാപ്പാം ഹായ് 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 ഹായ്. കോയമ്പത്തൂർ യാത്രയുടെ രണ്ടാം ഭാഗമാണ്. ഞങ്ങൾ പതിയെ ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കുറിച്ചി എന്നാണ്. അപ്പോൾ ഞങ്ങൾ, അതായത് ഞാനും ഭാര്യ രാധികയും കൂടി രാവിലെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഒരു ചെറിയൊരു നടത്തം ആകാമെന്ന് വിചാരിച്ചു. കുട്ടികൾ പൊതുവെ ലേറ്റായി കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നേരെ മുമ്പിൽ ഒരു ബസ് സ്റ്റേഷനുണ്ട്. കോവിലുകൾക്ക് പഞ്ഞമില്ലാത്ത സ്ഥലമാണല്ലോ, അപ്പോൾ കോവിലുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുറ്റുവട്ടം ചെറുതായിട്ട് നടന്നു. അപ്പം നടക്കുന്ന സമയത്ത് ഒരിടത്ത് കോരം വരയ്ക്കുന്ന കണ്ടു. ഒരു ക്ഷേത്രത്തിലെ പൂജാരി രാവിലെ റെഡിയായിട്ട് നിൽക്കുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മക്കളെയൊക്കെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വളരെ വിശാലമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം കുറച്ചുകൂടെയൊക്കെ വിശ്രമിച്ചതിന് ശേഷം നമ്മളൊരു 10 മണിയായപ്പോഴാണ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തത്. ഇന്നും മക്കൾക്ക് അവധി ദിവസം ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ശിരുവാണി വാട്ടർഫാൾസ് കാണാം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഇന്നലെ പോയ ആദിയോഗിയുടെ സ്ഥലത്തേക്ക് പോകുന്ന സെയിം വഴിയിലാണ് ശിരുവാണി വാട്ടർഫാൾസ് എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം ഒരേ റൂട്ടിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചെന്നാൽ പിന്നെ പൊള്ളാച്ചിക്ക് പിടിച്ചേക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് വിടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ വരുന്ന വഴിക്കടുത്ത ബോച്ചയുടെ ഒരു റെസ്റ്റോറൻ്റാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങാണ് നമ്മൾ കണ്ടത്. ഇതാ ഒരു സ്ട്രക്ചർ, നമ്മുടെ മൂവാറ്റുപുഴയിലെ ബസ് സ്റ്റേഷൻ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഇവിടെയും കാണാം. ഇതൊരു ബസ് സ്റ്റേഷനാണെന്നാണ് തോന്നുന്നത്. ആൾക്കാർ കയറി നിൽക്കാനുള്ള സൗകര്യങ്ങളുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറിലല്ലാത്ത ഒരു ബസ് സ്റ്റേഷൻ. അവിടെ നിന്നും ഞങ്ങൾ പതിയെ ഇങ്ങനെ നീങ്ങി. അപ്പോൾ ഇനി പൊള്ളാച്ചിയാണ് ലക്ഷ്യം. പൊള്ളാച്ചിയെ ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ഉക്കടം മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന ഒരു ഫ്ലൈ ഓവറാണ് കേട്ടോ. ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഉക്കടം മാർക്കറ്റാണ്. ഉക്കടം മാർക്കറ്റിൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് ഫ്ലൈ ഓവറുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ കോയമ്പത്തൂർ, ഞാൻ കുറേ കാലമായി കോയമ്പത്തൂരൊക്കെ വന്നിട്ട്, എന്നാൽ ഇപ്പോൾ കോയമ്പത്തൂർ വളരെ വൃത്തിയുള്ള ഒരു നഗരമായി മാറിയിട്ടുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്, ഒരുപാട് മാറ്റങ്ങൾ കോയമ്പത്തൂരിനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രാധിക ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മുടെ കൊച്ചിയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഡിഫറൻസ് ഇല്ലാതെയായി മാറിയിരിക്കുന്നു കോയമ്പത്തൂരിൽ നിന്ന്, ഇങ്ങനെ ഇടയ്ക്ക് പറയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര്, ഇത് കുറിച്ചി ലേക്കിൻ്റെ സൈഡാണ്. കുറിച്ചി ലേക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് കോയമ്പത്തൂരിൻ്റെ. ഇവിടെ ഒരു വെള്ള സംഭരണ കേന്ദ്രമാണ് എന്ന് പറയാം. നമ്മളീ നടക്കുന്ന സ്ഥലം കുറിച്ചി ലേക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരുപാട് വെറ്റ്ലാൻഡ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ലേക്കാണത്. പാർഷ്യലി മാൻമെയ്ഡ് എന്ന് പറയാം, എന്നാലും വെറ്റ്ലാൻഡ്സ് എല്ലാം കൂടെ ഒരുപാട് കുളങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സ്ഥലമാണ്. 372 ഏക്കറിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നല്ല കാറ്റാണ്. ഇതൊരു 10:30 സമയം രാവിലെ. നല്ല കാറ്റാണ്, നല്ല വ്യൂ ആണ്. അതുപോലെ തമിഴ്നാടിൻ്റെ തനിമകൾ വിളിച്ചോതുന്ന ഒരുപാട് നിർമ്മിതികൾ ഇവിടെയുണ്ട്. നല്ല കാറ്റാണ്, കണ്ടോ. കാറ്റ് നമുക്ക് അനുഭവിച്ച് ഇതിലൂടെ നടക്കാൻ പറ്റും. ഇതുകൊണ്ട് തമിഴ്നാടിൻ്റെ അതേ രീതിയിലുള്ള നാടൻ ശൈലിയിലുള്ള ശില്പങ്ങൾ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് എന്തോ പുനർനിർമ്മിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും വളരെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നൊരു പ്രദേശമാണ് ഈ കുറിച്ചി ലേക്ക് വ്യൂ. ഇപ്പോൾ കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് കാണേണ്ടതാണ്. ഇതാ നടരാജ പോസിൽ നിൽക്കുന്ന ഒരു നൃത്തശില്പം. ഇനിയുമുണ്ട്, ഒരുപാട് ദൂരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോമീറ്ററെങ്കിലും നീളം ഈ നടപ്പാതയ്ക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു.
ഉച്ചയായതുകൊണ്ടും വെയിലിൻ്റെ കാഠിന്യം കൂടി വരുന്നത് കൊണ്ടും ഞങ്ങൾ അധികം നേരം നിന്നില്ല. ഇതാ ഇവിടെ ഒരു ജല്ലിക്കെട്ടിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. ജല്ലിക്കെട്ട് അറിയാമല്ലോ, തമിഴ്നാടിൻ്റെ അഭിമാനമായ ജല്ലിക്കെട്ടാണ് ഈ വെച്ചിരിക്കുന്നത്. ജല്ലിക്കെട്ടിൻ്റെ ആണ് വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. ഈ ബേർഡ് വാച്ചിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത്. പലതരം മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പോലും ഈ കുറിച്ചി ലേക്ക്. കുറിച്ചി ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ പതിയെ പൊള്ളാച്ചിയെ ലക്ഷ്യമാക്കി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പൊള്ളാച്ചി റോഡിലേക്ക് നമ്മൾ കയറി. പൊള്ളാച്ചി റോഡ് ഈ പറഞ്ഞതുപോലെ നല്ല ഒരു വൃത്തിയുള്ള നല്ലൊരു റോഡാണ്. ചില ജംഗ്ഷനുകളിൽ ഇതുപോലെ തിരക്കുണ്ടെങ്കിലും വളരെ ഒരു കുട്ടി ഇരുന്ന് ഉറങ്ങുന്ന നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവാണ് കേട്ടോ. കോയമ്പത്തൂരും തമിഴ്നാട്ടിൽ പൊതുവെയും അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ പൊള്ളാച്ചിയെ ലക്ഷ്യമാക്കി നമ്മളുടെ വാഹനം ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കാണുന്നതിനൊക്കെ ഞങ്ങളുടെ കമൻറ്റുകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ പൊള്ളാച്ചി ടൗണിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പൊള്ളാച്ചി ഈ ഗ്രാമപ്രദേശങ്ങൾ കാണാനുള്ള വഴിയിലേക്കൊന്നും ഇറങ്ങാതെയാണ്. ആദ്യമായിട്ടാണ് പൊള്ളാച്ചിയിൽ വരുന്ന. പൊള്ളാച്ചി മാർക്കറ്റിലെത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇപ്പം ആനമല കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വീണ്ടും പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആനമലയ്ക്കുള്ള റോഡിലേക്ക് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നും കയറി. നല്ല പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഒരു റോഡാണ് ആനമല റോഡ്. ഇതൊക്കെ പൊള്ളാച്ചിയുടെ തെങ്ങിൻ തോപ്പുകളാണ് കേട്ടോ. ധാരാളം തെങ്ങിൻ തോപ്പുകളൊക്കെ ഉണ്ട്. കേരളത്തിലിപ്പോൾ തെങ്ങില്ലാത്ത അവസ്ഥയിൽ പൊള്ളാച്ചിയിലും തമിഴ്നാട്ടിലുമൊക്കെ തെങ്ങിൻ തോപ്പുകളാണ്. അവരാണല്ലോ ഇപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ തന്ന് നമ്മളെ സഹായിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഞങ്ങൾ നല്ല രസമാണ് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനാണ്. വലിയ തെറ്റില്ലാത്ത റോഡുമാണ്. അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിരാളം വിനോദം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെ ഫാമിലി വ്ലോഗുകളും എൻ്റർടൈൻമെൻറ്റ് വ്ലോഗുകളും ഭാരതത്തിലെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ലോഗാണ്. അതുപോലെ ഫ്രണ്ട്സുമായിട്ടുള്ള യാത്രകളും എല്ലാം ഈ വ്ലോഗിലുണ്ട്. കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കും എല്ലാവർക്കും താല്പര്യം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. പോയി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക, സ്ഥലങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വ്ലോഗിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രയുടെ പ്രത്യേകത. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഞങ്ങളുടെ ബ്ലോഗ് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചുറ്റും നോക്കൂ, ഇത് മുഴുവൻ തെങ്ങിൻ തോപ്പുകളാണ്. ഇവിടെയെല്ലാം കൂടുതലുള്ളത് തെങ്ങിൻ തോപ്പുകളാണ്. ആകാശത്തിലേക്കുള്ള കാഴ്ചകൾ ഇതൊക്കെ മോള് പകർത്തിയതാണ്. ആകാശത്തിൻ്റെ കാഴ്ചകൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് മറ്റൊരു പൊള്ളാച്ചിയിൽ നിന്ന് ആനമലയിലേക്കുള്ള കരിയൻ ചെട്ടിപ്പാളയം എന്ന് പറയുന്ന പ്രദേശമാണിത്. കരിയൻ ചെട്ടിപ്പാളയത്തിൻ്റെ ആനമലയ്ക്കുള്ള റോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ പാലത്തിന് താഴെ കൂടിയൊക്കെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ ഇത് ആനമലയിൽ നിന്നും ആനമലയിലേക്ക് പോകാതെ ഞങ്ങൾ നേരെ പാലക്കാടിന് ഉള്ള റോഡിലേക്കാണ് ഈ കയറിയത് കേട്ടോ. പാലക്കാടിനുള്ള റോഡിൽ വന്നു ഞങ്ങൾ ഇവിടെ ഒരു കരിക്ക് ഒക്കെ ഒന്ന് കുടിച്ച് ഒന്ന് വിശ്രമിച്ച് പോരാമെന്ന് വിചാരിച്ചു. ഇത് പൊള്ളാച്ചി റോഡാണ്, ആലമല പൊള്ളാച്ചി റോഡാണ്. കരിക്കൊക്കെ കുടിച്ച്
ഇതിന് തൊട്ടടുത്ത ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത ഒരു ആർഷവിദ്യാ പീഠത്തിൻ്റെ സ്കൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല കൃഷിഭൂമികളാണ് ചുറ്റും. കരിക്കൊക്കെ തിന്ന് ആസ്വദിച്ചുള്ള ഈ യാത്രയാണ് ഞങ്ങളുടേത്. നല്ല മധുരമുള്ള കരിക്കാണ് കേട്ടോ. കേരളത്തിൻ്റെ അത്രയും വിലയില്ല അവിടെ. നമുക്കിവിടെ 70 രൂപയാണെങ്കിൽ അവിടെ 60 രൂപയ്ക്കാണ് കരിക്ക് തന്നത്. നമ്മൾ മലയാളികളാണെന്ന് കണ്ടുകൊണ്ടായിരിക്കും 10 രൂപ കൂടിയെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കരിക്കായിരുന്നു. കരിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയും ഈ പാലത്തിന് താഴെ ഈ പാലം നമ്മൾ കയറിയിരിക്കുന്നത് ഭാരതപ്പുഴയുടെ മുകളിലൂടെയുള്ളൊരു പാലമാണ് കേട്ടോ. ഈ സൈഡിൽ താഴെ കാണുന്നത് ഭാരതപ്പുഴയാണ്. കാണാൻ പറ്റിയില്ല. കടന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഭാരതപ്പുഴയാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായത്. ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ ചകിരി സംഭരണ കേന്ദ്രങ്ങൾ, കയറുണ്ടാക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരിടത്ത് നോക്കിയപ്പോൾ അവിടെ ധാരാളം ചകിരി കൂട്ടിയിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ട്രാക്ടറിൽ തേങ്ങ കൊണ്ടിരുന്നു. ചകിരി ഇവിടെ തല്ലി കയറാക്കുന്ന ഫാക്ടറികളുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ്. തൊട്ടടുത്തൊരു ചെറിയ കോവിലും ഉണ്ട്. ആ കോവിലുമൊക്കെ സന്ദർശിച്ച് തമിഴ്നാട്ടിലെ എല്ലാ ജംഗ്ഷനുകളിലും തീർച്ചയായും ഒരു കോവിലുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കോവിലാണിത്. കോവിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പാലക്കാടിനെ തിരിച്ച് ആനമലയിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. ഇതൊരു ഫാക്ടറിയാണ്, കയർ ഫാക്ടറിയാണ്. കയർ ഫാക്ടറി അല്ല, ചകിരി ഫൈബർ എടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. അവിടുത്തെ തൊഴിലാളികളൊക്കെ ഇതാ പോകുന്നതാണ്. തൊഴിലാളികൾക്ക് പണി കഴിഞ്ഞ് പോകുന്നതാണ്. കുന്നുകണക്കിന് ആണ് അവിടെ ചകിരി സംഭരിച്ചിട്ടിരിക്കുന്നത്. ഇത്രയും തെങ്ങുള്ളപ്പോൾ തീർച്ചയായും ചകിരിക്ക് ക്ഷാമമുണ്ടാകുകയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആനമലയിൽ നിന്നും പാലക്കാടിനുള്ള റോഡിൽ വന്നു ചേർന്നു. ഇനി നമ്മളുടെ ലക്ഷ്യം പാലക്കാട് പോവുക. പാലക്കാട് പോയി കവ കാണുക എന്നുള്ളതാണ് ഇനിയുള്ള യാത്രയുടെ ലക്ഷ്യം. കേരളത്തിലേക്ക് കടന്നിട്ടില്ല. കേരളത്തിൽ എത്താറായി കൊണ്ടിരിക്കുന്നു. മലയാളം ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എത്തി എന്നുള്ളതാണ് കാണുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കഞ്ചിക്കോട് വഴി പാലക്കാട് എത്താം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിട്ടില്ല. കഞ്ചിക്കോട് എത്തി. കഞ്ചിക്കോട് നിന്ന് നേരെ മലമ്പുഴ വഴി, ഇത് കഞ്ചിക്കോടാണ്. ഇനി ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇവിടെയാണ് IIT പാലക്കാട് ഇരിക്കുന്നത് കേട്ടോ. പ്രദേശത്ത് അതിൻ്റെ ബോർഡാണ് നമ്മൾ കാണുന്നത്. IIT പാലക്കാടിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. മറ്റ് പല സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇനി കവയിലേക്കുള്ള യാത്രയിലാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് കവയിലേക്കുള്ള യാത്ര. പണ്ട് വളരെ ചുരുക്കം ആളുകൾ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കവ. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നല്ല വളവുകളും തിരിവുകളും ഒക്കെയുള്ള ഒരു റോഡാണ്. കവ എന്ന് പറയുന്ന സ്ഥലം മലമ്പുഴ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്.
ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 4-5 തെങ്ങുകൾ ഒരു വയൽ പോലുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു സീനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. വളരെ ശാന്തമായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുറ്റുവട്ടമുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ ഈ ഏറ്റവും ഇഷ്ടമുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പച്ചപ്പാട് മലമ്പ്രദേശവും ഇതുപോലെ പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതിലൂടെ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ കവയിലേക്ക് എത്താറായി. ബൈക്കേഴ്സും ഒക്കെ ധാരാളം ഉണ്ട്. ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് നിർത്തി ചായ കുടിക്കണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിച്ചു. എന്നാലും കവയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ നേരെ കവ ലക്ഷ്യമാക്കി പോവുകയാണ്. പാലക്കാട് വരുന്നവർ തീർച്ചയായും ഇതാണ് കവ. നമ്മൾ വിചാരിച്ച പോലെയല്ല, കവയിൽ നിന്ന് ധാരാളം വെള്ളമുണ്ട്. അതായത് ഡാമിൽ വെള്ളം ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്ന സമയമാണ് എന്ന് ചുരുക്കം. എന്താണെങ്കിലും ധാരാളം ജനം ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ്ട് 3-3:30 മണിയായിട്ടുണ്ട് സമയം. ആ തെങ്ങുകളിലെ പോലും കാണാനില്ലാത്തതുപോലെയാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത്. മീശമാധവൻ്റെ സിനിമയിലെ ഒരു പാട്ട് സീനൊക്കെ ഇവിടെ ആണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെയാണ് ഓർമ്മിക്കാനുള്ളത്. ഒരു സ്ഥലം നല്ല വെയിലുമാണ്. നല്ല ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ് കേട്ടോ ഈ കവ. അധികം തിരക്കില്ലെങ്കിലും വെള്ളം കുറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇറങ്ങി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറങ്ങി നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ മോനൊക്കെ ബൈക്കിൽ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ കിടക്കുന്നത്. മലമ്പുഴ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. നോക്കുക, ആ തെങ്ങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ മലഞ്ചെരുവിൽ എവിടെയോ ആണ് ആ സംഗതി. ആ തെങ്ങിൻ്റെ കാഴ്ചകളാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ടുള്ള തിരക്കാണ് കേട്ടോ. വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഒരുപാട് ജനം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും രാധികയും മാത്രമേ ഇറങ്ങിയുള്ളൂ. മക്കൾ ഈ തിരക്ക് ആയതുകൊണ്ട് അവർക്ക് അത്ര താല്പര്യമില്ല. അത് തന്നെയല്ല, വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊരു നല്ലൊരു സ്ഥലം കിട്ടാത്തതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വാഹനത്തിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് വാഹനത്തിൽ കയറി ഇനിയും നേരെ ഈ എറണാകുളത്തേക്കാണ്. നല്ല രസമുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ, അത് കാണുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്. ഇനി നേരെ ഈ എറണാകുളത്തേക്ക്. ചെറിയ ഒരു ഗെയിം സോണാണ് കേട്ടോ, ചിൽഡ്രൻസ് പാർക്കൊക്കെ ആയിട്ട് കവയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതാണത്. ഇപ്പോൾ ഇടയ്ക്ക് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ നേരെ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പോയാൽ മലമ്പുഴ, ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ കവയുമാണ് അവിടെ. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഹൈവേയിലേക്ക് വരുന്നു. റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞ് ഈ കാണുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു. അങ്ങനെ തെങ്ങുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയല്ലോ. ഇനിയും നേരെ കുതിരാൻ തുരങ്കം, എറണാകുളം. കുതിരാൻ തുരങ്കത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ആദ്യത്തെ വീഡിയോയിൽ കുതിരാൻ തുരങ്കത്തിൻ്റെ മറ്റേ തുരങ്കം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പാലക്കാട് നിന്ന്
തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന തുരങ്കം ആണ് ഇത്. രണ്ടാമത്തെ തുരങ്കമാണ് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ആ തുരങ്കം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ എൻ്റർടൈൻമെൻറ്റും കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബായ്.